എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ ഒന്നിനെ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് ആദ്യത്തെ മത്സ്യം എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ എന്നെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടായില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ചിലവുകൾ, വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വന്ന് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കത്തിൽ ഒരു നല്ല രീതിയിലുള്ളൊരു തുടക്കമുണ്ടായിരുന്നു. അത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി. അതിനുശേഷം പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ജീവിതത്തിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഈശ്വരൻ ഒരു മുന്നേറ്റം നൽകുകയും ആ മുന്നേറ്റം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് തൊട്ട് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഒക്കെ ഉണ്ടായി. മാനസികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ടായി. ആ ദുഃഖങ്ങൾ കുറച്ചു കാലം നീണ്ടു നിന്നു. അതായത് പല പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതും വലിയ മാനസിക, സാമ്പത്തിക അല്ലെങ്കിൽ അവഗണനകളും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന് തന്നെ നിങ്ങൾ പലപ്പോഴും ഭയപ്പെടുന്നു. എനിക്ക് അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിച്ച ചിലയിടത്തിൽ നിന്ന് നിങ്ങൾക്ക് തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ വഞ്ചിക്കുകയോ അവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. അവർക്ക് വേണ്ടി പല സഹായങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കനുകൂലമായി ഒരു സഹായം ഉണ്ടായില്ല. അത് നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് ഇപ്പോൾ വേദനിപ്പിക്കുന്നുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നതാണ്. നിങ്ങൾക്കൊരു ഉയർച്ചയോ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിചാരമൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത, ആരും സഹായിക്കാനില്ലാത്ത അവസരത്തിൽ നിന്നും കൃത്യമായ ഒരു നന്മയിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങളെത്തും. ഈശ്വര ചിന്തയിലൂടെ നിങ്ങൾ നേടിയ ആ ഐശ്വര്യവും സമൃദ്ധിയും കൂടുതൽ കാണാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന തരത്തിലേക്ക് വരുന്നു. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളിൽ ഒളിപ്പിക്കേണ്ടി വന്ന ഒരു ഗതികേട് നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ചില ആഗ്രഹങ്ങൾ, നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് ഒരുപാട് സാമ്പത്തികവും മറ്റുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ആഗ്രഹം തന്നെ ഒഴിവാക്കാം എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സാധിക്കില്ല, നടക്കില്ല. നിങ്ങളുടെ ശത്രുക്കളും നിങ്ങൾ നന്നാകരുതെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് നടക്കില്ല, അത് വിജയിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഒരു പ്രതീക്ഷയുമില്ലാതെ ഈശ്വരൻ നൽകിയൊരു നന്മ ഉണ്ടാകുന്നത്. ഈശ്വരൻ നൽകിയൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകുകയും തീർച്ചയായിട്ടും ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക്, നിങ്ങളുടെ ആ സ്വപ്നം പൂർത്തിയാകുന്ന രീതിയിലേക്ക് നിങ്ങളെ ഈശ്വരൻ നയിക്കും. ഈശ്വരൻ നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, വർഷങ്ങളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരുപാട് സ്വപ്നങ്ങൾ, ഓരോരുത്തരുടെയും കാര്യത്തിൽ ആ സ്വപ്നങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ അത് നേടുവാനുള്ള നിങ്ങളുടെ ആഗ്രഹവും അതിലേക്ക് ഈശ്വരൻ നിങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തികളുടെയും നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. സാമൂഹികവും സാമ്പത്തികവും മനസ്സമാധാനപരവുമായിട്ടുള്ള എല്ലാ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവും. ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. ഈ നിമിഷം മുതൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ അർപ്പിച്ച ആ ധൈര്യം അല്ലെങ്കിൽ ആ വിശ്വാസം, അതാണ് നിങ്ങളിനി വിജയിപ്പിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് പക്ഷി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം.
ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ചുകൂടി മുൻതൂക്കം നൽകിയൊരു വ്യക്തിയാണ്. താൻ ജീവിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുമ്പോഴും ആരോടും പരിഭവമോ പരാതിയോ പറയാത്തൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. വലിയ സ്വപ്നങ്ങളൊന്നുമല്ല, ലോകത്ത് ആളുകൾ കാണുന്ന പോലെ അത്യാഗ്രഹമോ ആർത്തി പിടിച്ച സ്വപ്നങ്ങളൊന്നുമല്ല. ലളിതമായ സ്വപ്നങ്ങൾ. തൻ്റെ ഒപ്പമുള്ളവരുടെയും ജീവിതം ഭദ്രമാകണം, അത് സമാധാനം ഉണ്ടാകണം, മറ്റു പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുപോയി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. തൻ്റെ കഴിവിനപ്പുറം നേടുവാനോ തൻ്റെ ചെറിയ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ആർത്തി കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്ന സ്വഭാവമൊന്നും നിങ്ങൾക്കില്ല. എപ്പോഴും സൗമ്യമായി ജീവിക്കുകയും ലളിതമായ ജീവിതശൈലിയിലൂടെ കടന്നു പോകുന്നതാണ്. ആളുകൾ അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുമ്പോഴും നിങ്ങൾ ലളിതമായി സമാധാനപൂർണ്ണമായൊരു ജീവിതമാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ആ സമാധാനം പോലും ജീവിതത്തിൽ ലഭിച്ചില്ല. എല്ലാവർക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. അതിലും ആരോടും പരിഭവം പറഞ്ഞില്ല. ഇഷ്ടശക്തിയോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചത്. പലപ്പോഴും നിങ്ങൾക്കൊരു പരിഭവം ഉണ്ടായിരുന്നു, ഞാൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ശക്തി എന്നെ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരുന്നില്ലല്ലോ, ഞാൻ അധികമൊന്നും ചോദിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതം ഒന്ന് ഭദ്രമാക്കി തരണം, എൻ്റെ ദുഃഖങ്ങൾ അകറ്റിത്തരണം എന്ന് മാത്രമല്ലേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ടും എന്താണ് എനിക്കിങ്ങനെ തിരിച്ചടികളൊക്കെ കിട്ടിയെന്നുള്ള പ്രാർത്ഥനയുണ്ട്, ആ പരിഭവമുണ്ട്. പരീക്ഷണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് നന്മ ഉണ്ടാകും. നിങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം അത് ഏറ്റവും നല്ലതാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഏറ്റവും ഉന്നത തലത്തിലെത്തണമെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തനിക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും താൻ സ്നേഹിക്കുന്നവർക്കും സമാധാനപരമായിട്ട് ജീവിക്കണം. ഒരു പ്രതിസന്ധികളോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ സമാധാനപരമായിട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് സാധിച്ചു തരും. ഭയവും ഇല്ലാതെ വളരെ സംതൃപ്തിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഒരുപാട് അറിവും വിവരവും ഒക്കെയുള്ള വ്യക്തികളായ നിങ്ങൾക്ക് ഇതുവരെ അതിനനുസരിച്ചൊരു മുന്നേറ്റം ലഭിച്ചില്ല. പല അവസരങ്ങളും മറ്റുള്ളവർ തട്ടിയെടുത്തപ്പോഴും വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കരിയറിലുള്ള മുന്നേറ്റവും അധികാര സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളിൽ നിന്ന് ഏതൊക്കെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അവസരങ്ങളും ആളുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തട്ടിയെടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ 10,000 ഇരട്ടിയുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. ഉടൻ തന്നെ സൗഭാഗ്യം ലഭിക്കും. കരിയറിൽ വലിയ മുന്നേറ്റം ഉണ്ടാവും. ആഗ്രഹിക്കുന്ന ജോലി ഉടൻ തന്നെ സാധിക്കും. ഈശ്വരൻ അത് നൽകിയിരിക്കും. ഈശ്വരൻ മടിയില്ലാത്ത തരത്തിൽ അതിന് കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളെ സജ്ജയാക്കും. മടിയില്ലാത്ത രീതിയിൽ ഈശ്വരൻ ഒരു കാര്യം ഒരാൾ നേടാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് വേണ്ടി ആ ആളെ മാനസികമാക്കി വിപുലപ്പെടുത്തുക, തയ്യാറാക്കുക, അല്ലെങ്കിൽ അതിന് മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ നൽകും. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. ആഗ്രഹങ്ങൾ സാധിച്ച് സംതൃപ്തിയോടെ നിങ്ങൾ ഇരിക്കുന്നൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടുകൊള്ളുക. ആളുകൾ അസൂയപ്പെടും നിങ്ങളെ ഓർത്ത്, അവഗണിച്ചവർ അത്ഭുതപ്പെടും. തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് പ്രചോദനം.